കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നമ്മളെ 7-ാം അധ്യായം കഴിഞ്ഞു. അതോടെ നമ്മുടെ 8 ഗുരുക്കന്മാരെയും കഴിഞ്ഞു. അതിലൊരു കാര്യം പറയാനുള്ളത്, ആ 8 ഗുരുക്കന്മാരിൽ ആദ്യത്തെ 7 ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, ഇത് 7 അവരെപ്പോലെ ആവണം എന്നാണ്. അതായത് അവരിൽ നിന്ന് നല്ല കാര്യങ്ങളാണ് പഠിക്കണം. പക്ഷെ പ്രാവിൻ്റെ കഥയിൽ നമ്മൾ പ്രാവിനെ പോലെ ആവരുതെന്നാണ്. അപ്പോൾ 7 പോസിറ്റീവ് ഗുരുവും 8ാമത്തെ നെഗറ്റീവ് ഗുരുവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാം ഗുരുക്കളാണ്. ഒന്നുകിൽ അതിനെപ്പോലെ ആവണം, അല്ലെങ്കിൽ അതിനെപ്പോലെ ആവരുത്, അല്ലേ? എല്ലാവരും ഗുരുക്കളാണ്. 2 തരത്തിലും നമുക്ക് എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അതാണെന്നല്ലേ പറഞ്ഞ പ്രാവ് മാത്രം നെഗറ്റീവ് ഗുരു. ഇനി ഈ അധ്യായത്തിൽ 8ാം അധ്യായത്തിൽ 9 ഗുരുക്കളെയാണ് പറയണത് കേട്ടോ. പെരുമ്പാമ്പാണ് പ്രാവ് കഴിഞ്ഞാൽ. പെരുമ്പാമ്പ്, സമുദ്രം, ഈയാമ്പാറ്റ, തേനീച്ച, ആന, ഈ തേൻ കളക്ട് ചെയ്യണ ആൾ, ഹണി കളക്ടർ, തേന് ഈ കൂട് പിഴിഞ്ഞ് തേനെടുക്കണ ആൾ, മാന്, മത്സ്യം, പിങ്കള. അങ്ങനെ 9. പിങ്കള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, വേശ്യാണ്. അങ്ങനെ 9 ഗുരുക്കളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്. അതിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 8ാം അധ്യായം തുടങ്ങാം. ശ്രീമദ് ഭാഗവതം ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 8ാമോധ്യായം. ബ്രാഹ്മണ ഉവാച, അവധൂതൻ പറയുകയാണ്. ആദ്യത്തെ ശ്ലോകം വായിക്കാം. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരക ഏവ ച ദേഹിനാം യദ്യഥാ ദുഃഖം തസ്മാം നേച്ഛേത തദ്ബുധഃ. എന്താണ് ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം. ഹേ രാജൻ, ഹേ രാജാവേ, യദുമഹാരാജാവേ, അവധൂതൻ പറയുകയാണല്ലോ, അല്ലെങ്കിൽ എന്താണ് ഈ യതി പറയുകയാണല്ലോ, അവധൂതൻ പറയാണ്. അപ്പോൾ ബ്രാഹ്മണ ഉവാച എന്നല്ലേ. ഹേ യദുമഹാരാജാവേ, ദേഹിനാം, അതായത് ശരീരമെടുത്തവർക്ക്, സ്വർഗത്തിൽ, അതായത് പുണ്യം ചെയ്താൽ സ്വർഗത്തിൽ, ഐന്ദ്രികം, ഇന്ദ്രിയം വഴി ലഭിക്കുന്ന സുഖം, അതായത് സ്വർഗത്തിൽ പോയിട്ട് നല്ല കാര്യങ്ങളൊക്കെ അനുഭവിക്കുക. ഏതൊന്നുണ്ടോ അത്, ദുഃഖം യഥ, അതുപോലെ തന്നെ പാപകർമ്മങ്ങൾ ചെയ്ത് നരകത്ത് പോയിട്ട്, നരകേ ഏവാച, നരകത്ത് പോയി അനുഭവിക്കുന്നതും, തസ്മാത് ആയതുകൊണ്ട്, ബുധ വിവേകമുള്ളവർ, തദ് അതിനെ ന ഇച്ഛേത ആഗ്രഹിക്കരുത്. എന്താ പറയുക വെച്ചാൽ, അതുകൊണ്ട് മഹാരാജാവേ, ഈ ജീവികൾക്ക് പാപപുണ്യ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് ദുഃഖം എന്ന പോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങൾ സ്വർഗത്തിലും നരകത്തിലും പോയിട്ട് അനുഭവിക്കാം. നമ്മൾ ചെയ്യുന്ന പാപ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് ഇന്ദ്രിയ സുഖങ്ങൾ നരകത്തിലും ദുഃഖവും, ഇന്ദ്രിയ സുഖങ്ങൾ സ്വർഗത്തിലും ഇന്ദ്രിയങ്ങൾക്കുള്ള ദുഃഖങ്ങൾ നരകത്തിലും അനുഭവിക്കാം. അതുകൊണ്ട് ഒരു സത്യം അറിയണമെന്ന് ആഗ്രഹിക്കണ ഒരാൾ ഈ ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ ഒരിക്കലും പോകരുത്. അയാൾ സത്യം അറിയണം എന്നുള്ള ആളെ എപ്പോഴും, ഇന്ദ്രിയ സുഖം എന്തായാലും നമുക്ക് വന്നു ചേരും പ്രാരബ്ധകർമ്മ ഫലം അനുസരിച്ച്. അപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയ പ്രാരബ്ധകർമ്മം ഉണ്ടാവുമെന്നാണല്ലോ നമ്മൾ ശരീരം എടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രാരബ്ധം, നമ്മൾ പണ്ട് ചെയ്ത പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയൊക്കെ ഫലം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്കത് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയ ഒരാളെ, ഒരു വിവേകമുള്ള ഒരാളെ ആത്മസുഖം അന്വേഷിച്ച് കണ്ടെത്തണം. എന്താണ് എനിക്ക് നിത്യമായ സുഖം തരിക എന്നാണ് ആലോചിക്കേണ്ടത്. മറ്റതൊക്കെ നമ്മുടെ പ്രാരബ്ധകർമ്മം അനുസരിച്ച് കിട്ടുകയും പോവുകയൊക്കെ ചെയ്യും. അതായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ എതിർച്ചയാ ലാഭസന്തുഷ്ടന്മാരാവണം എന്ന് പറയുമല്ലോ യോഗികൾ. അതായത് എന്തേ കിട്ടിയച്ചാൽ അതിൽ തൃപ്തി വേണമെന്ന് പറയും. യാദൃച്ഛികമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് സന്തോഷപൂർണ്ണം സ്വീകരിക്കുക. അതിന് ഇനി അതിൻ്റെ ഉദാഹരണമാണ് ഇതിൽ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യപ്പതിൽ എന്താണ് ആദ്യം പറഞ്ഞത്, എന്നിട്ടാണ് പെരുമ്പാമ്പിൻ്റെ ഉദാഹരണം പറയണം. നമ്മൾ ഇന്ദ്രിയ സുഖം നമ്മൾ ചോദിക്കാതെ തന്നെ കിട്ടും, അല്ലേ? ആരെങ്കിലും സുഖം ദുഃഖം ചോദിച്ച് മേടിക്കോ? ഇല്ല.
അപ്പോൾ സുഖവും ദുഃഖവും നമ്മുടെ കർമ്മഫലം അനുസരിച്ച് വന്നും പോയും കൊണ്ടിരിക്കും. ഒരാളും എന്നാൽ എന്താ എനിക്ക് കുറച്ച് ദുഃഖം വരാത്ത, എനിക്ക് എത്ര നല്ല സുഖമായിട്ട് ഞാൻ കുറേ കാലം സുഖമായിരുന്നു, എന്താ ഇപ്പോൾ ദുഃഖമില്ലാത്ത എനിക്ക് ദുഃഖം വരാത്ത എന്താണെന്ന് ഒരാൾ ആഗ്രഹിക്കില്ല. അതാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രാരബ്ധ കർമ്മഫലം അനുസരിച്ച് ദുഃഖവും സുഖവും മാറി മാറി ഈ ശരീരമെടുത്ത എല്ലാ ജീവികൾക്കും വരും. അത് നമ്മൾ ചോദിക്കേണ്ട, ആഗ്രഹിക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ വന്നോളും. അപ്പം അതിനു വേണ്ടി നമ്മൾ സമയം കളയേണ്ട. എന്തിനു വേണ്ടിയാണ് സമയം കളയേണ്ടത്? നിത്യമായിട്ടുള്ള സുഖം, അതിനു വേണ്ടിയാണ് സത്യാന്വേഷണം. ആ സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം നിത്യസുഖം തരുന്നത് എന്താണ്, അതാണ് നമ്മൾ ചിലവാക്കേണ്ടത്. അല്ലാണ്ട് മനുഷ്യൻ ചിലവാക്കിയാൽ കഷ്ടമാണ്. എന്നിട്ട് പിന്നെ പറയാണ് എതിർച്ചയാലാഭ സന്തുഷ്ടന്മാരാവണം എന്ന് പറയാണ്. അത് നമുക്ക് കിട്ടിയത് എതിർച്ചയാ നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ സന്തോഷമായിട്ട് അംഗീകരിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കണത് പെരുമ്പാമ്പിൻ്റെ കയ്യിൽ നിന്നാണെന്ന്. അപ്പോൾ പെരുമ്പാമ്പ് ഒരു പോസിറ്റീവ് ഗുരുവായിട്ടാണ് കേട്ടോ പിന്നെ അവധൂതൻ പറയണത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് രണ്ടിലേക്ക് പോവാം. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരക ഏവച ദേഹിനം യദ്യഥാ ദുഃഖം തസ്മാം നേച്ഛേത തദ്ബുധ. അതുകൊണ്ട് വിവേകികൾ സുഖം ദുഃഖം നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ വന്നു ചേരും. ആ നിത്യസുഖത്തിന് വേണ്ടി നമ്മൾ വിവേകികളെ പ്രാർത്ഥിക്കണം, ശ്രമിക്കണം. ഇനി അതായത് പിന്നെ എങ്ങനെ നമുക്ക് എതിർച്ചയാ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്ന് ചേരുന്നതിൽ അതിനെ അംഗീകരിച്ച് സന്തോഷമായിട്ടിരിക്കാമെന്ന് പെരുമ്പാമ്പിൻ്റെ ഇന്ന് പഠിക്കാമെന്ന് പറയുക. അത് നമുക്ക് നോക്കാട്ടോ. ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ യദൃച്ഛയൈവാപതിതം ഗ്രസേദാജഗരോ അക്രിയ. അപ്പം എന്താ നോക്കണേ? അജഗരൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പിന്നെ ആജഗരൻ എന്നാണല്ലേ? അതെ. ഗ്രസേദാജഗരോ ക്രിയ. ആജഗര എന്ന് പറഞ്ഞാൽ ഈ എന്താണ് പെരുമ്പാമ്പിൻ്റെ അക്രിയം. അതായത് പെരുമ്പാമ്പ് ഒരു പണി എടുക്കില്ല, ഇങ്ങനെ കിടക്കുക. ശരിയല്ല? എത്ര ശരിയാ? ഇങ്ങനെ കിടക്കും, അങ്ങനെയല്ലേ ചെയ്യുക. എന്നിട്ടോ സുമൃഷ്ടം നല്ല സ്വാദുള്ളതോ വിരസം ഒട്ടും സ്വാദില്ലാത്തതായാലും വേണ്ടില്ല, വിശക്കണ സമയത്ത് അടുത്ത് വന്ന് അതിനെ തിന്നും. മഹാന്തം വലിയതോ സ്തോകം ഏവ ചിലപ്പോൾ കുറച്ച് ചെറുതാവും. എതിർച്ഛയ ഏതാണ് തൻ്റെ അടുത്തു കൂടെ യാദൃച്ഛികമായിട്ട് ആപതിതം അതിൽ കൂടെ പോണത് അല്ലെങ്കിൽ വീഴണത് വന്ന് ലഭിക്കണത്. ആപതിതം ലഭിക്കുന്നത് ഗ്രാസം ഏവ അതിനെ ഭുജിക്കുന്നു. അതിനെ ആഹാരത്തെയോ എന്തിനെ വെച്ചാൽ അപ്പം അത് അതിനെ ഇങ്ങോട്ട് കഴിക്കും. എന്താ പറയുക വെച്ചാൽ സ്വാദുള്ളതോ ഒട്ടും സ്വാദില്ല, ചീത്ത സ്വാദുള്ളതോ അതുപോലും നോക്കില്ല. വലിയ ഇരയാണോ ചെറിയ ഇരയാണോ ഒന്നും നോക്കില്ല പെരുമ്പാമ്പ്. ഇങ്ങനെ ഒരു ദിക്കിൽ കിടക്കും. ആ കിടക്കണേൻ്റെ അടുത്തു കൂടെ അതിൻ്റെ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും യാദൃച്ഛികമായിട്ട് എന്തെങ്കിലും ഒരു ഇര വന്ന് പെടുകയാണെങ്കിൽ, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നല്ല സ്വാദ് അതിന് തോന്നിക്കുന്നതാണെങ്കിലും ഒട്ടും സ്വാദ് തോന്നിക്കാത്തതാണെങ്കിലും വിശപ്പുണ്ടെങ്കിൽ, വിശപ്പില്ലെങ്കിൽ അതുമില്ല, അത് അങ്ങനെ അതോ ചവച്ചരയ്ക്കണമെന്നില്ല, അങ്ങനെ അതങ്ങോട്ട് വിഴുങ്ങും. അല്ലേ? സ്വാദായിട്ട് കഴിക്കണമെന്നില്ലല്ലോ പെരുമ്പാമ്പ്. അതുപോലെ ആവണം നമ്മളാണ്. അതായത് ഇന്നത് വേണം ഇന്നത് വേണ്ട, അത് നന്നല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക, കിട്ടാൻ വേണ്ടി അങ്ങനെയൊന്നും വേണ്ട. എന്താണ് പ്രാരബ്ധകർമ്മം അനുസരിച്ചിട്ട് എനിക്ക് കിട്ടാൻ വെച്ചിട്ടുള്ളത് അതെനിക്ക് ലഭിക്കാതിരിക്കില്ല, അത് ഞാൻ ലഭിച്ചു എനിക്ക്. അപ്പോൾ എന്താ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ അതുകൊണ്ട് സന്തുഷ്ടനാവണമെന്ന് പറയാണ്. ഇന്ന് ഒട്ടും സ്വാദില്ലാത്തതാണ്, ശരി, വിശപ്പുണ്ടെങ്കിൽ ആ വിശപ്പ് മാറാൻ തക്കോണം ജീവൻ നിലനിർത്താൻ അത് കുറച്ച് കഴിക്കുക. അല്ല നല്ല സ്വാദുള്ളതാണ് കിട്ടിയേച്ചാൽ കുറേ കിട്ടിയേച്ചാൽ അത് വേണമെങ്കിൽ അത്രയും കഴിക്കാം. പെരുമ്പാമ്പ് അങ്ങനെയാണ്. പെരുമ്പാമ്പ് ഒരു ദിക്കിലും ഇങ്ങനെ കിടക്കും. അത് ഓടി നടന്ന് ഇര അന്വേഷിക്കലൊന്നും ഇല്ല ഇപ്പോൾ സിംഹത്തിനെയും നരിയൊന്നും പോലെ. എവിടെയാച്ചാൽ കിടക്കും. ആ പ്രദേശത്ത് വലിയ കാടാവുമ്പോൾ ഏതെങ്കിലും ജന്തുക്കളൊക്കെ പെരുമ്പാമ്പ് കിടക്കണ്ടെന്ന് അറിയാണ്ട് അതിൻ്റെ അടുത്തു കൂടെയൊക്കെ പോവും. ചിലപ്പോൾ ചെറുതാവും, ഒരു എലിയോ
ഒരു കാട്ടുകോഴിയൊക്കെ ആവും. അതിനെ കൊണ്ടൊന്നും ശരിക്കും വിശപ്പൊന്നും മാറില്ല. പക്ഷേ ചിലപ്പോൾ വലിയൊരു മാനാവും, അല്ലെങ്കിൽ കുറച്ചൊരു മാൻകുട്ടിയാവും. എന്തിനെ കിട്ടിയേച്ചാൽ അതിനെ വേഗം വിശക്കണ സമയച്ചാൽ, അല്ലെങ്കിൽ മിണ്ടാണ്ട കിടക്കും. വിശക്കണ സമയച്ചാൽ അതിനെ തിന്ന് അതിനെ കിട്ടി അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങും. സ്വാദ് നോക്കണില്ല വലുതാണോ ചെറുതാ. അതുപോലെ ആവണം യോഗി എന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? എതിർച്ചയാ ലാഭ സന്തുഷ്ടന്മാരായിട്ട് ജീവിക്കണം എന്നാണ്. പെരുമ്പാമ്പിനെ പോലെ വേണ്ടി വന്നാൽ ആഹാരമില്ലാതെയും സന്തോഷമായിട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടണം എന്നാണ് പിന്നെ ഇതിൽ പറയണത് കേട്ടോ. അതായത് അത്ര അതിനെപ്പറ്റിയൊന്നും അധികം ബോധേഡാവരുത്. അച്ഛാ അതൊക്കെ ഈ ആസക്തി കുറയ്ക്കൽ തന്നെയല്ലേ. അപ്പം നമുക്ക് 2 വായിച്ച് 3ലേക്ക് പോവാം. ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ യദൃച്ഛയൈവാപതിതം ഗ്രസേദാജഗരോ ക്രിയ അക്രിയ. ഒന്നും ചെയ്യാണ്ട കിടക്കുക ഇനി. അതായത് ഇനി ഒരു ദിവസം ഒന്നും കിട്ടിയില്ലാച്ചാലും വേണ്ടില്ല എന്ന് പറയണം. എന്നാൽ അതും സഹിച്ചിരിക്കണം. ശൈതാഹാനി ഭൂരീണി നിരാഹാരോനുപക്രമ യതി നോപനമേദ്ഗ്രാസോ മഹാഹിരിവധിഷ്ടബുക്ക്. എതിർച്ചയാലാപസന്തുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ എന്താണെന്നാണ് പറയണത് കേട്ടോ. അതാണ് പറയണത്. ഗ്രാസഹ അതായത് ആഹാരമായത് ന ഉപനമേത്, ഒരു പക്ഷേ ഉപനമേത് യതി, ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ മഹാഹി ഇവ വലിയ പെരുമ്പാമ്പിനെ പോലെ ദിഷ്ടഭുക്ക് കിട്ടിയതിനെ ഭുജിച്ച് എന്തു ചെയ്യണം? നിരാഹാര കിട്ടിയില്ലെങ്കിൽ ഒന്നും കഴിക്കാതെ, ആഹാരം കഴിക്കാതെ അനുപക്രമ അതിനു വേണ്ടി ഒന്നും ചെയ്യണമില്ല ആഹാരത്തിന് വേണ്ടിയിട്ട്. ഭൂരിണി അഹാനി വളരെ ദിവസങ്ങൾ, കുറേ പകലുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദിവസങ്ങൾ, കുറേ ദിവസങ്ങൾ ശയിച്ചിരിക്കുന്നു എന്ന്. എന്താ പറഞ്ഞാൽ ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭക്ഷണം കിട്ടിയായിരുന്നു എന്ന് വയ്ക്കുക പെരുമ്പാമ്പിന്, അത് കഴിക്കും. ഇനി ഭക്ഷണമൊന്നും കിട്ടാണ്ട കുറച്ച് ദിവസം ഉണ്ടായിച്ചാലോ, അപ്പോൾ പെരുമ്പാമ്പിനെ പോലെ എന്തുണ്ട്? പ്രാരബ്ധഫലം അനുഭവിച്ച് വന്നു ചേരണത് അനുഭവിക്കാം എന്ന് വിചാരിച്ച് ധൈര്യത്തോടു കൂടിയിട്ട് ഒരു സാധകൻ ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും ശരിക്കും സത്യാന്വേഷിയായിട്ടുള്ളൊരു സാധകൻ ഭക്ഷിക്കാതെയും ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാതെയും ഇരിക്കണം. ശരിക്കും ഹിമാലയത്തിലൊക്കെ അങ്ങനെയുള്ളവരുണ്ടെന്ന് തന്നെയാണ് പോയവർ പറയണം. ഞാൻ പോയിട്ടില്ല. അതായത് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ എന്താ പറയുക, കൈലാസത്തിലേക്കൊക്കെ പോകുമ്പോൾ കാണത്രേ അവിടെ പിന്നെ തണുപ്പ് കാലത്തൊക്കെ വളരെ കുറച്ചൊക്കെ ആൾക്കാരല്ലേ ഇവിടെ പോവുള്ളൂ. അപ്പോൾ ആ സമയം മുഴുവൻ ആ ഗുഹകളിലൊക്കെ അവിടെ ഇവിടെയും താമസിക്കുന്ന സന്യാസിമാർക്ക് ഒന്നും കിട്ടില്ല. അതായത് പിന്നെ എന്താണ്, നല്ല തണുപ്പുള്ള കാലത്തൊക്കെ അവിടെ ആൾക്കാർ പോലെ മറ്റത് പോണവരൊക്കെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും സന്യാസിമാരെ കണ്ടാൽ. അപ്പോൾ എന്താ കിട്ടിയെച്ചാൽ അത് കഴിക്കും. ശരിക്കും ഈ പറയുന്ന പോലെയാണ്. പെരുമ്പാമ്പിന് കുറേ ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതിന് പട്ടിണി കിടക്കാൻ പറ്റും. കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ പരാതി ഇല്ലാതെ കിടക്കുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ആണ് ഒരു യോഗി വേണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള യോഗികൾ ശരിക്കും ഹിമാലയത്തിലുണ്ടായി. ഒരു സ്വാമി പറഞ്ഞു, ഒരു ടോക്കിൽ പറഞ്ഞു, പിന്നെ ചില ഈ പ്രത്യേകിച്ച് വിൻ്ററിലൊക്കെ ആരും വരുന്നില്ല, ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെ എത്രയോ ദിവസങ്ങളൊന്നും കഴിക്കാതെ വായു ഭക്ഷണമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ അവിടുത്തെ യാക്ക് എന്നുള്ള ആ മൃഗമൊക്കെ അവിടെ അവരുടെ ഗുഹയുടെ മുമ്പിലിങ്ങനെ വന്ന് നിൽക്കത്ര. എന്നിട്ട് കുട്ടി ഉണ്ടാവും ചിലപ്പോൾ കൂടെ. അപ്പോൾ പിന്നെ ചുരത്തുമ്പോൾ നമ്മൾ ഇവരവരുടെ കമണ്ടിൽ വെച്ച് കൊടുത്താൽ അതിലേക്ക് പാല് കൊടുക്കത്രേ ഈ യാക്കുന്ന മൃഗം. അപ്പോൾ അത് പച്ച പാൽ അത് കുടിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ശരിക്കൊരു പിന്നെ എന്താണ് പിന്നെ ഈ ആത്മതത്വം അന്വേഷിക്കുന്നൊരു സാധകൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വളരെ ദിവസങ്ങൾ ഭക്ഷിക്കാതെയും അതിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും യജ്ഞിക്കാതെയും ഒരു പെരുമ്പാമ്പിനെ പോലെ നല്ല ധൈര്യമായിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ശൈതാഹാനി, അപ്പോൾ പെരുമ്പാമ്പ് ഒരു പോസിറ്റീവ് ഗുരുവാണ് കേട്ടോ. ശൈതാഹാനി ഭൂരീണി നിരാഹാരോനുപക്രമ യതി നോപനമേദ്ഗ്രാസോ മഹാ അഹിരിവ ദിഷ്ടഭുക്ക്. പെരുമ്പാമ്പിനെ പോലെയാണ്. ഒരു പെരുമ്പാമ്പിനെ പോലെ വേണ്ടി വന്നാലെന്നർത്ഥം. ആഹാരമില്ലാതെ അനേക ദിവസം സന്തോഷത്തോടു കൂടി
കഴിച്ചു കൂട്ടണം എന്നാണ് പറയണത്. അങ്ങനെ ശീലാവണം എന്നാണ് ഇതിൽ പറയണത്. അതായത് ആത്മസുഖാന്വേഷണത്തിന് ശരിക്കും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദേഹത്തെയും മനസ്സിനെയും ഒക്കെ ധൈര്യപൂർവം നമ്മൾ നിയന്ത്രിച്ച് ഇന്ദ്രിയ സുഖം ഒന്നും ആഗ്രഹിക്കാതെ, ഇനി ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉറങ്ങും കൂടിയും ചെയ്യാതെ നല്ല അതിൽ എന്നാലും സന്തോഷത്തിന് കുറവില്ലാണ്ടിരിക്കണം എന്ന് വെച്ചാൽ ഈ ആത്മസുഖം മാത്രമായിരിക്കണം ലക്ഷ്യം എന്ന് ചുരുക്കം. ഇനി നാലാമത്തെ ശ്ലോകം നമുക്ക് ചെയ്യാം. ഓജസ്സഹോബല, അതന്നെയാണ് ഇതിൽ പറഞ്ഞേട്ടോ. ഓജസ്സഹോബലയുധം ബിഭ്രദ്ദേഹ സകർമ്മകം ശയാനോ വീത നിദ്രശ്ച, ചിലപ്പോൾ ഉറങ്ങാണ്ടിരിക്കേണ്ടി നേഹതേന്ദ്രിയവാനബി. അതായത് ഓജഹ സഹോബലയുധം, ഇന്ദ്രിയബലം, മനോബലം, ദേഹബലം ഇതൊക്കെ ഉണ്ടായിട്ട് ദേഹത്തെ അകർമ്മകം ബിഭ്രദ്, യാതൊരു ജോലിയും ചെയ്യാതെ, അതായത് അയ്യോ എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയി അന്വേഷിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാതെ കിടന്നുകൊണ്ട് ഇരുന്നിട്ടും വീതനിദ്ര, അപ്പോൾ ചിലപ്പോൾ ഉറക്കം വരാനുണ്ടാവും വിശപ്പൊക്കെ ഉണ്ടെങ്കിലേ, ഉറങ്ങിയിട്ടില്ലെങ്കിലും ഇന്ദ്രിയവാഞ്ച, ഇന്ദ്രിയങ്ങളോട് കൂടി ഇരുന്നാലും ന ഈഹതേ, അതാണ്. എന്നാലും ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട് ശ്രമിക്കാൻ പാടില്ല. അതാണ് ഇതിലും അതന്നെയാണ് പറഞ്ഞത് കേട്ടോ. ഈ പെരുമ്പാമ്പിൻ്റെ തന്നെയാണത്. ഈ ഒരു ശ്ലോകത്തിലും കൂടി 4ലും കൂടിയും അതന്നെയാണ്. എന്താ പറയണേ, അതായത് നമ്മൾ ഈ ആത്മസുഖത്തിനെ അന്വേഷിക്കണ ഒരു സാധകൻ ദേഹത്തിനെയും മനസ്സിനെയും നല്ല ധൈര്യത്തോടു കൂടിയിട്ട് നിർത്തിയിട്ട് ഇന്ദ്രിയസുഖം ഒന്നും ആഗ്രഹിക്കാതെ, ചിലപ്പോൾ ഉറക്കം പോലും കിട്ടിയില്ലെന്ന് വരാം, ഉറങ്ങുപോലും ചെയ്യാതെ എന്നിട്ടും സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അതോടെ പെരുമ്പാമ്പിൻ്റെ കഴിഞ്ഞു കേട്ടോ. അതായത് പെരുമ്പാമ്പിനെ പോലെ, പെരുമ്പാമ്പ് അങ്ങനെയാണെന്ന് നമ്മൾ കണ്ടാൽ അങ്ങനെ തോന്നുമല്ലോ, അതാണ്. ഇനി സമുദ്രത്തിനെ പോലെ, അതും പോസിറ്റീവ് ഗുരുവാണ് കേട്ടോ. അപ്പോൾ 5ാമത്തെ ഞാൻ വായിക്കാം. മുനിപ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയാ അനന്തപാരോ ഹ്യക്ഷോഭ്യ സ്ഥിമിതോദ ഇവാർണവഹ. എന്താണ് മുനിഹി, അതായത് ഈ ഒരു യോഗി എങ്ങനെ വേണം? സ്ഥിമിനോദഹ, അതായത് ചലിക്കാത്ത ജലത്തോടു കൂടിയ അർണവ ഇവ, സമുദ്രം പോലെ. ഇതിൻ്റെ അടുത്തല്ലേ തിരക്കുള്ളൂ, നടുക്കൊന്നും തിരയില്ല, ഒരു ചലനവും ഇല്ലാതിരിക്കും. പ്രസന്നഗംഭീര, അതായത് വളരെ ചിരിച്ചും കൊണ്ടും നല്ല ഗംഭീരഭാവം, ആ ഒരു മജസ്റ്റിക്കാണല്ലോ സമുദ്രം. ദുർവിഗാഹ്യ, അതായത് ഉള്ളറിയാൻ സാധിക്കാത്തതും എന്തെല്ലാം ഉള്ളിലുണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിൽ, പുറത്ത് കണ്ടാൽ തോന്നുമോ അല്ലേ? എത്ര ലക്ഷക്കണക്കിനുള്ള ജന്തുക്കളുണ്ട്, പല പല ചെടികളുണ്ട്, എന്തൊക്കെ സമുദ്രങ്ങളുണ്ട്, മലകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്നുള്ളത് അറിയാതെ, ആർക്കും അളക്കാൻ കഴിയാത്ത ഗഹനമായ ഉള്ളാണ്. അതുപോലെ ആവണം യതി എന്ന് പറയുകയാണ്. ദുരത്യയ, നല്ല, അതായത് ആരാലും ജയിക്കാൻ കഴിയാത്തവനായിട്ട്, അനന്തപാരഹ, അതായത് അനന്തവും അപാരവും, അതായത് ദേശം കൊണ്ടും കാലം കൊണ്ടും നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്ത, ഗണിക്കാൻ സാധിക്കാത്തവനായും, അക്ഷോഭ്യഹി, അതായത് ഒരു ക്ഷോഭവും ഇല്ലാത്തവനായിട്ട് ശാന്തനായിട്ടിരിക്കണം. ആരെ പോലെ? സമുദ്രം പോലെ. അതാണ് പറയണത്. ഇനി ഈ ഒരു ശ്ലോകത്തിൽ എന്താ? സമുദ്രം പോലെ സദാ എങ്ങനെയായിരിക്കണം? പ്രസന്നനായിരിക്കണം, ഗംഭീരൻ, മജസ്റ്റിക് ആയിരിക്കണം. പിന്നെയോ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ഇയാളെ ആത്മാനുഭവം, അതായത് സുഖം അനുഭവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആത്മാരാമനാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്ത വിധം ആത്മാനുഭാവം ഉള്ള ആളാവണം. പിന്നെയോ അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ നമുക്ക് അറ്റം കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അറ്റം കാണാനില്ലാത്ത സമുദ്രം പോലെ ആർക്കും ജയിക്കാൻ പറ്റാത്തവനായിരിക്കണം.
പിന്നെയോ ഇനി വരുന്നുണ്ടോ അതിൽ ഇതിലിപ്പോൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അക്ഷോഭ്യനാവണം, ദേശം കൊണ്ടും കാലം കൊണ്ടും അനന്തം അപാരമാണ്, അതുപോലെ ആവണം യതി യതി എന്ന് പറയാണ്. അതായത് മുനി എങ്ങനെയാവണം? ഒട്ടും ചലിക്കാത്തവനാണം അല്ലേ. മുനി പറഞ്ഞു വെച്ചാൽ പിന്നെ എന്താണ്, അതെ, സമുദ്രം പോലെ അഗാധമായിട്ടുള്ള ആശയമുള്ളവനും നിർമ്മലമായിട്ടുള്ള സ്വഭാവം, പ്രസന്നവും ഗംഭീരവും, അത് പിന്നെ അനന്തം, അതായത് അക്കരയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനത്തിന് അക്കരയില്ല. അവസാനമില്ലാത്ത ജ്ഞാനത്തോടും കൂടിയിരിക്കണം ആളാവണം യതീന്ന്. ചുരുക്കി പറയാച്ചാൽ അതാ പറയേണ്ടത്. എന്താ? സമുദ്രം പോലെ അഗാധം ആവണം, മീൻസ് അഗാധം ആശയത്തിൽ അഗാധനാവണം. പിന്നെ പ്രസന്ന ഗംഭീരനാവണം. പിന്നെ അറ്റം കാണാത്ത സമുദ്രം പറഞ്ഞില്ലേ, അപ്പോൾ അത് അവസാനമില്ലാത്ത ജ്ഞാനം ആവണം എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ. ഇനി അടുത്തതും പിന്നെ എന്താണ്, ഈ നദികൾ വന്ന് ചേർന്നാലും ഒന്നും അക്ഷോഭ്യനാണെന്ന് വരുന്നുണ്ട് കേട്ടോ. ഇനി അത് അടുത്തതിൽ പറയും. 5 മുനി പ്രസന്ന ഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയ അനന്തപാരോ ഹി അക്ഷോഭ്യ ക്ഷോഭല്യ സ്ഥിമിതോദ ഇവാർണവ നി സമൃദ്ധകാമോ ഹീനോ വാ നാരായണപരോ മുനി നോത്സർപ്പേതന ശുഷ്യേത സരിദ്ഭിരിവ സാഗര. സരിദ്ഭി അതായത് നദികൾ വന്ന് ചേരൂലോ. സാഗരം ഇവ, നദികളിങ്ങനെ വന്ന് വെള്ളം കൊട്ടുമ്പോൾ എത്ര വെള്ളമാണ്. ഇപ്പോൾ ഗംഗാ നദിയൊക്കെ വന്ന് ചേരുമ്പോൾ എത്ര വെള്ളം ഒരു ദിവസം വന്ന് ചേരുക. അങ്ങനെ നദികൾ വെള്ളം ഇങ്ങനെ നിറയ്ക്കുമ്പോഴും സാഗര ഇവ, സമുദ്രത്തിന് യാതൊരു ഭാവമാറ്റവും ഇല്ല. നദികൾ വന്ന് ചേർന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം കയറുക അങ്ങനെയൊന്നുമില്ല. ക്ഷോഭിക്കാണ്ട് അങ്ങനെ വേണം ഒരു മുനീന്ന്. മുനിയായവൻ സമൃദ്ധകാമ, അതായത് ധാരാളം ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാലും ഒരു വ്യത്യാസം ഉണ്ടാവരുത്. ഹീനഹാവ, ഇനി ഒന്നും ഇല്ലാണ്ടേ ആയാലും ഒരു ഭാവവ്യത്യാസം പാടില്ല. നാരായണപര, എപ്പോഴും ഭഗവാനെ തന്നെ ഉള്ളിൽ ധ്യാനിക്കുന്നവനായിട്ട്. ഉത്സർപ്പേത, അതായത് ദുഃഖിക്കാനും സന്തോഷിക്കാനും ദുഃഖിക്കാനും പാടില്ല. അതായത് ഉയരെയും താഴെയും പാടില്ല. വെച്ചാൽ എന്താ, ഇവിടെ എന്ത് നല്ല ആഗ്രഹിക്കുന്നതൊക്കെ ലഭിച്ചാലും ഒന്നും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒരേപോലെ അതിനെ കാണണം. അതായത് പെട്ടെന്ന് സന്തോഷം, അത് കഴിഞ്ഞാൽ ദുഃഖം, അങ്ങനെ ഉയരാനും താഴാനും പാടില്ല. അതാണ് ഉത്സർപ്പേത ശുഷ്യേത, ദുഃഖിക്കാനും പാടില്ല എന്ന്. ഒരേപോലെ വേണമെന്ന്, സമുദ്രത്തിനെ പോലെ. എന്താ തന്നെ ഈ ശ്ലോകത്തിൽ അതായത് നദികൾ വന്ന് വെള്ളം നിറച്ചാലും അത് പിന്നെ വർദ്ധിക്കില്ല. അത് ഭയങ്കര അങ്ങോട്ട് വെള്ളം കയറുക ഇല്ല. നദികൾ വന്നില്ലെങ്കിൽ വരൾച്ച ഉണ്ടോ സമുദ്രത്തിന്? ഇല്ല, ഒരിക്കലും സമുദ്രം പറ്റില്ല. അങ്ങനെ സമുദ്രം പോലെ വേണം മുനി, ഈ ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മുനി സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ഒന്നും എല്ലാം സമഭാവനയോടുകൂടി വർത്തിക്കണം. അതാണ് അക്ഷോഭ്യനായി വർത്തിക്കണം. സമൃദ്ധി നല്ല സമൃദ്ധിയിലാണെങ്കിലും ദാരിദ്ര്യത്തിൻ്റെ കൂട്ടിലാണെങ്കിലും കൊണ്ട് വയ്യാതിരിക്കുമ്പോഴും സമൃദ്ധിയിൽ അങ്ങേയറ്റം സുഖിച്ചിരിക്കുമ്പോഴും ഒരേ ഭാവം വേണം. അക്ഷോഭ്യനായിട്ട് ഇരിക്കണം. സമുദ്രം അങ്ങനെയാണ്. അനവധി നദികളിൽ നിന്ന് ഒന്നിച്ച് വെള്ളം വന്നാലും അനവധി ദിവസം വെള്ളം വരാതെ സൂര്യൻ കുറേ വെള്ളം ആവിയായിട്ട് കൊണ്ടുപോയാലും ഒക്കെ സമുദ്രം എന്നും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് സമുദ്രം പോലെ ആവണമെന്ന് പറയണത്. സമുദ്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് അതാണ്. എന്താ, നദികളൊക്കെ വന്ന് ചാടിയാലും നിറഞ്ഞാലും അത് വരളുമില്ല, വർദ്ധിക്കില്ല. അങ്ങനത്തെ സമുദ്രം പോലെ എപ്പോഴും ഈ ബ്രഹ്മത്തിനെ തന്നെ ധ്യാനിക്കുന്ന മുനി സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും സമുദ്രത്തിനെ പോലെ സമഭാവനയോടെ അല്ലെങ്കിൽ അക്ഷോഭ്യനായിരിക്കണം എന്നാണ് അതിൽ പറഞ്ഞത്. നമുക്ക് ഇനി 7 കൂടി ചെയ്യാമെന്ന് വിചാരിക്കാം. അടുത്തത് ഈയാമ്പാറ്റയാണ് കേട്ടോ. അത് 7ഉം 8ഉം ഉണ്ടതുകൊണ്ടല്ലേ? ഇല്ല, ഈയാമ്പാറ്റയാണോ അടുത്തത്? നോക്കട്ടെ. അല്ല.
അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരുമെന്ന് അല്ല നോക്കാം. 7 ചെയ്യാം. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത പതത്യന്ധേ തമസ്യഗ്നൗ പതംഗവത് ഈയാമ്പാറ്റ തന്നെയാണ്. അതോ ദേവമായാം, ദേവൻ്റെ മായാരൂപമായ സ്ത്രീയം ദൃഷ്ട്വ, സ്ത്രീയെ കണ്ട്, തദ്ഭാവൈ അവരുടെ ശൃംഗാരം ഒക്കെ കണ്ട്, പ്രലോഭിത അതായത് മോഹിക്കപ്പെട്ടവനായി, അജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ, അഗ്നൗ അഗ്നിയിൽ പതംഗവത് വിളക്ക് ഇതില്ലേ ഈയാമ്പാറ്റ, പതംഗം വെച്ചാൽ അതാണ്, അന്ധേ തമസി അജ്ഞാനമാകുന്ന ഇരുട്ടിൽ പതതി വീഴുന്നു. അതായത് എന്താണെന്നതിൽ പറഞ്ഞു വെച്ചാൽ, ഇന്ദ്രിയ ജയം നേടാത്ത ഒരു സാധകൻ ഒരു സ്ത്രീയെ കണ്ടാൽ, അതായത് ഈ അപ്സരസുകളൊക്കെ വന്ന് ഡാൻസ് ചെയ്തിട്ട് തപസ്സുകളുടെയൊക്കെ തപസ് മുടക്കാറുണ്ടല്ലോ, അതുപോലെ ഇന്ദ്രിയജയം നേടാത്ത ഒരു സാധകൻ ഈ മായയുടെ സഹായമാകുന്ന സ്ത്രീയെ കണ്ടിട്ട് ഈയാമ്പാറ്റെ പോലെ, ഈയാമ്പാറ്റ തീ കണ്ടാൽ ചൂട് വേണം അടുത്തടുത്ത് പോയി അതിൽ വീണ് ചാവില്ലേ, അതുപോലെ കാമാഗ്നിയിൽ, അതായത് ഇന്ദ്രിയബലം വരാത്ത സാധകൻ എന്താ ചെയ്യുക, കാമാഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലാവണമെന്ന്. അതാണ് പറഞ്ഞത്. ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഈയാമ്പാറ്റകളെ പോലെയാണ് ഇന്ദ്രിയജയം വരാത്തത്. നെഗറ്റീവ് ഗുരുവാണ്. അതായത് മായാവസ്തുക്കളാണ് ഈ സ്ത്രീയൊക്കെ. ആ സ്ത്രീയെ കണ്ട് ഭ്രമിച്ചിട്ട് ഈയാമ്പാറ്റ തീയിൽ വീണ് നശിക്കണ പോലെ നശിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അടുത്തതിലും അതന്നെയാണ് പറയണത്. പക്ഷെ നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ 7 വായിച്ച് നിർത്താം. അത് കഴിഞ്ഞ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് മറ്റത്. അപ്പോൾ അത് അടുത്ത ദിവസം പറയാം. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത അന്ധേ തമസ്യഗ്നൗ പതംഗവത്. ഈയാമ്പാറ്റെ പോലെ ആവരുതെന്നാണ് കേട്ടോ. അപ്പോൾ ഈയാമ്പാറ്റ നെഗറ്റീവ് ഗുരുവാണ് കേട്ടോ. സമുദ്രം പെരുമ്പാമ്പൊക്കെ പോസിറ്റീവ് ഗുരുവായിരുന്നു, ഈയാമ്പാറ്റ നെഗറ്റീവ് ഗുരുവാണ്. അപ്പോൾ അവിടെ നിർത്താം നമുക്ക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.